ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ടെന്ന് എപ്പോഴെപ്പോഴും പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്നാൾ വലിയൊരു സംഭവം ഉണ്ടായി. ഈ പള്ളിയിലെ അച്ഛന്മാരൊക്കെ പറയണ പോലെ ഇന്നാൾ വലിയൊരു സംഭവം ഉണ്ടായി. ഓരോ സാഹചര്യത്തിലെ ഓരോ സന്ദർഭത്തിലെ മിമിക്രിയിൽ പറഞ്ഞതന്നെ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അച്ഛന്മാർ പറയും, നിങ്ങളെന്നെ കളിയാക്കിയില്ലോ എന്ന് പറയാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറഞ്ഞ കേൾക്കുമ്പോൾ ഞാനൊന്നൊന്നുമല്ല. ഈ വേളയിലെ, ഈ സന്ദർഭത്തിലെ, ഈ സാഹചര്യത്തിലെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കാരണം എന്താണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളരുത്, നിങ്ങൾ ചിരിക്കരുത്, നിങ്ങൾ കരയരുത്. എൻ്റെ കുഞ്ഞാടുകളെ, സംഗതി ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാനിങ്ങനെ കളിയാക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, കാര്യം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ ഒരു 50,000 രൂപ ലോട്ടറി അടിച്ചു. ഞാൻ ആ പുണ്യാളുടെ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു. കാരണം അതുകൊണ്ട് 50,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത്, അത് ഇന്ന് കാലത്ത് തന്നെയാണ്, ഉച്ചയ്ക്കാവും വൈകുന്നേരവും. അപ്പോൾ ഇന്ന് ഈ കാലത്ത് ഈ 50,000 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ടാണ്. എനിക്കെന്നല്ല, സാധാരണ ഒരു മനുഷ്യന് വലിയൊരു എമൗണ്ടാണ്. അടിച്ചത് ഇന്നലെ ആയിരുന്നു. ഇന്നലെ തന്നെ അതെനിക്ക് മാറ്റി മേടിക്കാൻ പറ്റി. അതായത് എന്നോടൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കോടതി വെളുപ്പിൽ അതിനുള്ള ഒരു സജ്ജീകരണം ഉണ്ട്, നമ്മുടെ ട്രഷറി ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ ആധാർ കാർഡായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് മാറ്റി കിട്ടില്ല. 50,000 അപ്പോൾ നമ്മൾക്ക് ഈ എമൗണ്ട് അവിടെ മാറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഓഫീസുണ്ട്, ലോട്ടറിയുടെ ഓഫീസുണ്ട്. അവിടെ അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കൊടുക്കുക, അവരൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ എമൗണ്ട് എത്ര രൂപയാണ് ചോദിച്ചു. ഞാൻ ഒരു 5 മിനിറ്റ് ഇരുന്നുള്ളൂ. അപ്പം എന്നെ കണ്ടപ്പോൾ ഒരു പോലീസ് ഓഫീസറെ പോലെ തോന്നിച്ച കാരണം എന്തുകൊണ്ട് അവർ, സർ എത്ര എമൗണ്ട്, എത്ര ചില്ലറയിൽ വേണമെന്ന് ചോദിച്ചവർ. 100ൻ്റെ വേണോ 50ൻ്റെ വേണോ? അപ്പോൾ ഞാൻ കുറച്ച് 100ൻ്റെ മേടിച്ചു, കുറച്ച് 50ൻ്റെ മേടിച്ചു. നമുക്ക് ഈ ഓട്ടോറിക്ഷ ഉള്ള കാരണം ചേഞ്ച് കൊടുക്കണ്ട, പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കാം. ഇപ്പം എൻ്റെ വീടിൻ്റെ അവിടെയാണെങ്കിൽ ഞാൻ ആയ കാലത്ത് എല്ലാവർക്കും ചിലവ് ചെയ്തിട്ടുള്ളതാണ്, മദ്യമായാലും എന്തായാലും. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വീടിൻ്റെ അവിടെ ചിലവ് ചെയ്യൽ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വയ്യാത്തവരുടെ കൂടെയൊക്കെ പോകുന്നുണ്ട്, ഇപ്പോൾ അവർക്കാണ് നമ്മൾ എന്തെങ്കിലും ചിലവ് ചെയ്യണം. നമ്മളായ കാലത്ത് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മദ്യത്തിൻ്റെ കമ്പനിയിൽ പോണ സമയത്തൊക്കെ അവർക്ക് മദ്യം മേടിച്ചു കൊടുക്കാറുണ്ട്, എൻ്റെ കൂട്ടുകാരന്മാരാണ് എല്ലാവരും. അപ്പോൾ പിന്നീട് എന്നോട് അവിടുത്തെ അമ്മമാർ വിളിച്ച് പറയുണ്ടായി, സോളം ഇങ്ങനെ പണം കിട്ടുമ്പോൾ മദ്യം മേടിക്കുകയോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയോ ചെയ്യരുത്. താൻ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുക, താൻ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് മറ്റുള്ളവരെ കുടിക്കാരാക്കരുത്. ഇത് പറയുമ്പോൾ ഇത് കുടിയുടെ വിഷയമല്ല. അപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് പറയണം. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമൊക്കെ ആണെങ്കിൽ നമുക്ക് പണമൊക്കെ കിട്ടും. അപ്പോൾ അത് പണം കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്നത് കൂടി ഒരു വലിയ വിഷയമാണ്. അപ്പം ബാങ്കുകളുണ്ട്. അപ്പോൾ ഞാൻ ഇനി വലിയ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ബാങ്കുകൾ കുറേ ഉണ്ട്, ഫാർമേഴ്സ് ഉണ്ട്, മൾട്ടി ഉണ്ട്, നമ്മുടെ സൊസൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എവിടേക്കെങ്കിലുമൊക്കെ ഇനി ഇടണം. അല്ല ഇപ്പോൾ ജില്ലാ ബാങ്ക് ഉണ്ട്, എല്ലാവരും നമ്മൾ നല്ല സഹകരിച്ച് പോകുന്ന ടീമുകളാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഇപ്പം ഇതുപോലെ എനിക്ക് ഊട്ടിക്ക്, അപ്പോൾ അടുത്തത് അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഊട്ടി ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥന വേണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞാൻ ഐനിക്കാട് നിന്ന് എന്ന് പറയുമ്പോൾ ഐനിക്കാടാണോ എന്ന് നിങ്ങൾ നോക്കണ്ട, അതുപോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ പല ആംഗിളുകളുണ്ട്, അവിടെ നിന്നിട്ടാണ് ഞാൻ എടുക്കണത്. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എന്തോ ഒരു സിനിമ ലൊക്കേഷനാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനത്തെ ലൊക്കേഷനുകൾ നമ്മൾ നോക്കണല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.